ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ടവരെ, തിരുവചനത്തിൻ്റെ ഏറ്റവും തിളക്കമാർന്ന ധ്യാന വഴികളിൽ കൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കരം പിടിച്ച് നമുക്ക് സഞ്ചരിക്കാം. ഈ നിറഞ്ഞ സന്ദർഭത്തിനായിട്ട് നന്ദിയോടുകൂടെ നമുക്ക് അവിടുത്തെ നാമത്തിന് മഹത്വം കരയട്ടെ. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, സുവിശേഷത്തിൻ്റെ പ്രതിധ്വനികളുള്ള കഥകൾ അവയ്ക്കൊരു പ്രത്യേക പ്രകാശം തന്നെയുണ്ട്. പണ്ടൊക്കെ പാഠ്യപദ്ധതിയുടെ ഒരു ഭാഗം തന്നെ മൂല്യങ്ങൾ പകരാൻ ഉതകുന്ന കഥകളായിരുന്നു. പക്ഷേ ഇന്ന് ആ ഒരു ട്രെൻഡ് വളരെ കുറയുന്നതായിട്ടാണ് ഞങ്ങൾ അധ്യാപകർക്കൊക്കെ തോന്നിയിട്ടുള്ളത്. മറിച്ച് ലോകത്തിൻ്റെ ആകമാനമായ ചില പ്രശ്നങ്ങളെ ഫോക്കസ് ചെയ്യുന്ന ചില പാഠഭാഗങ്ങളൊക്കെയാണ് എന്നാണ് വിവക്ഷ. അറിയില്ല, അതൊക്കെ പാഠ്യപദ്ധതിയുമായി ബന്ധപ്പെട്ടവരുടെ ചില അക്കാദമികമായ അവരുടെ ഊന്നലുകളാവാം. ലിയോ ടോൾസ്റ്റോയ്, റഷ്യൻ സാഹിത്യകാരൻ, അദ്ദേഹം എഴുതിയൊരു കഥയുണ്ട്, രണ്ട് വൃദ്ധർ എന്നാണ്. ആ കഥ കേൾക്കുന്നതിന് മുൻപ് നമുക്ക് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായത്തിലെ അവസാന വാക്യങ്ങളിലേക്ക് ഒന്ന് ശ്രദ്ധിക്കാം. ഏറെ പരിചിതമാണ് ഈ വാക്യങ്ങൾ. വിശുദ്ധ മത്തായി 6-ന്റെ 33-34 തിരുവചനങ്ങൾ. മുൻപേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുവിൻ, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും. അതുകൊണ്ട് നാളേക്കായി വിചാരപ്പെടരുത്, നാളത്തെ ദിവസം തനിക്കായിട്ട് വിചാരപ്പെടുമല്ലോ. അതത് ദിവസത്തിന് അന്നന്നത്തെ ദോഷം മതി. ഒരുപാട് ആകുലതയും വ്യാകുലതയുമൊക്കെ നമ്മുടെ ജീവിതത്തെ കാർന്ന് തിന്നുകൊണ്ടിരിക്കുന്ന, നമ്മുടെ ദിവസങ്ങളെ വിഴുങ്ങിക്കളഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വല്ലാത്ത കാലത്ത്, എനിക്ക് തോന്നുന്നത് കാലത്തിൻ്റെ മാത്രം പ്രത്യേകതയല്ല, മനുഷ്യ മനസ്സിൻ്റെ പ്രത്യേകതയാണ് കൂടുതലായിട്ട്. മനുഷ്യൻ അവൻ പോലും അറിയാതെ ഇന്നിൽ ജീവിക്കാതെ ഇന്നലെയുടെ വ്യഥകളിലും നാളെയുടെ ആശങ്കകളിലും കഴിയുന്നവനായിട്ട് അവൻ്റെ മനസ്സും ചിന്താഗതിയുമൊക്കെ മാറിപ്പോകുന്നിടത്താണ് സത്യത്തിൽ മാനസാന്തരപ്പെടുവിനെന്നുള്ള ക്രിസ്തുവിൻ്റെ വചനം നമ്മുടെ കാതുകളെ തൊട്ട് ഉണർത്തേണ്ടത് എന്ന് നമുക്ക് മറക്കാതിരിക്കാം. ഞാൻ സൂചിപ്പിച്ചല്ലോ, രണ്ട് വൃദ്ധർ എന്ന് പറയുന്ന ഒരു കഥയെ പറ്റിയിട്ട്. എഫീം എന്നുള്ളൊരു വ്യക്തിയും എലീസി എന്ന മറ്റൊരു വ്യക്തിയുമാണ് ഇതിലെ പ്രധാന കഥാപാത്രങ്ങൾ. ആ രണ്ടുപേരും ജീവിതത്തിൻ്റെ സായന്തനത്തോട് അടുത്ത പ്രായത്തിൽ എത്തിയവരാണ്. രണ്ടുപേരും കുടുംബസ്ഥരാണ്. എഫീം എന്ന് പറയുന്ന വ്യക്തി വളരെ നല്ലൊരു കർഷകനും നല്ല കാര്യപ്രാപ്തിയുള്ള വ്യക്തിയും ജീവിതത്തെപ്പറ്റി വളരെ വ്യക്തമായ കണക്കുകൂട്ടലുകളുള്ള വ്യക്തിയാണ്. ആ ഗ്രാമസഭയിൽ തന്നെ 2 വട്ടമോ മറ്റോ അധ്യക്ഷനായിട്ടൊക്കെ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള വ്യക്തിയാണ്. അപ്പോൾ സമൂഹത്തിൽ സാക്ഷ്യമുണ്ട്, വളരെ പ്ലാൻഡാണ്, വളരെ കാൽക്കുലേറ്റഡ് ആണ്. അങ്ങനെ ജീവിതത്തെ അതിൻ്റെ എല്ലാ ഗൗരവത്തോടും കൂടെ കാണുകയും തൻ്റെ സമയത്തെ ഏറ്റവും മൂല്യമേറിയതായി തിരിച്ചറിഞ്ഞുകൊണ്ട് ഉപയോഗിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ടാണ് എഫീമിനെ ഞങ്ങൾ കാണുന്നത്. എന്നാൽ നമുക്ക് അദ്ദേഹത്തിൻ്റെ ചങ്ങാതി എലീസിയിലേക്ക് വരുമ്പോൾ കാര്യങ്ങൾ ഇത്തിരി വ്യത്യസ്തമാണ്. അദ്ദേഹം മരപ്പണിക്കാരനാണ്. പലയിടത്തും അലഞ്ഞു നടന്ന് മരപ്പണി ചെയ്താണ് അദ്ദേഹം കുടുംബം പോറ്റുന്നത്. ഇത്ര നാളായിട്ടും സ്വന്തമായിട്ടൊരു വീട് വയ്ക്കാനൊന്നും എലീസിക്ക് സാധിച്ചിട്ടില്ല. നമുക്കറിയാം, എഫീം ഇതിൽ നിന്ന് വളരെ വ്യത്യസ്തനാണ്. സ്വന്തമായിട്ട് വീടുണ്ട്, കുടുംബം നല്ല ഭദ്രതയിൽ മുൻപോട്ട് പോകുന്നു, എല്ലാം വളരെ നന്നായിട്ട്. എന്നാൽ എലീസിയുടെ കാര്യത്തിൽ അങ്ങനല്ല. കുടുംബത്തിന് ഈ പറയുന്ന ഭദ്രതയൊന്നുമില്ല, സ്വന്തമായിട്ടൊരു വീട് പോലുമില്ല എന്ന് പറയുമ്പോൾ അറിയാമല്ലോ. പക്ഷേ അദ്ദേഹത്തിനൊരു വിനോദമുണ്ടായിരുന്നു, ഒരു ഹോബി ഉണ്ടായിരുന്നു, തേനീച്ച വളർത്തുന്ന ഒരു സംഗതി. അതും വളരെ പ്രിയത്തോടും ഇഷ്ടത്തോടും കൂടെ ഇദ്ദേഹം ചെയ്തിരുന്നു. ഇടയ്ക്കൊക്കെ അത്യാവശ്യം പൊടി വലിക്കുന്ന സ്വഭാവമൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെയുള്ള ഒരു പക്ഷേ വളരെ വ്യത്യസ്തരായ 2 വ്യക്തികളായിരുന്നെങ്കിലും ഇവർ നല്ല ചങ്ങാതിമാരായിരുന്നു. അതുകൊണ്ട് ഇടയ്ക്ക് ഇവർ ചേർന്ന് നിശ്ചയിച്ചിരുന്നു,
ഒരുപക്ഷെ ദൈവസന്നിധിയിലെ നേർച്ച പോലെ തങ്ങൾ ഒരുമിച്ച് ഒന്ന് വിശുദ്ധ നാട്ടിലേക്ക് യേശുവിൻ്റെ ജീവിതത്തിന് സാക്ഷിയായി തീർന്ന ആ പ്രദേശങ്ങളിലൂടെ ഒന്ന് സഞ്ചരിക്കാനായിട്ട് അവരൊരുപാട് ആഗ്രഹിച്ച് ദൈവസന്നിധിയിൽ നിശ്ചയിച്ചതാണ്. കാലം കൂടി അവർ ഇന്ന് കാണുമ്പോഴാണ് എലീസി ചോദിക്കുന്നത്, എഫീം എന്താ ഇത്, നമ്മൾ ആ തീരുമാനിച്ച കാര്യം ഇപ്പോഴും മുടങ്ങി കിടക്കുകയാണല്ലോ, എന്തേ ഇതുവരെ പോകാൻ സാധിച്ചിട്ടില്ലല്ലോ, എങ്ങോട്ട്? അല്ലെന്നേ നമുക്ക് വിശുദ്ധ നാട്ടിൽ. ആ ശരിയാണല്ലോ ചങ്ങാതി, ചെയ്യേണ്ടതാണ് എന്നായി എഫീം. പക്ഷേ എഫീം പറഞ്ഞു, അതെ ഉടനെ നടക്കുമെന്ന് തോന്നില്ല കേട്ടോ, കാരണം എൻ്റെ ഒരു വീട് പണി തുടങ്ങിയേക്കാണ്. അല്ല നിങ്ങൾക്ക് വീടുണ്ടല്ലോ, അതല്ല ഒന്നുകൂടെ പണിയാമെന്ന് വിചാരിച്ചേ, മക്കളുടെ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ അതല്ലേ നല്ലത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേക ഘട്ടം. അല്ല അതൊക്കെ മക്കൾ ചെയ്യൂലേ ചങ്ങാതി, നമുക്ക് നമ്മുടെ ആ ഒരു നേർച്ച. ശരിയാണ്, പക്ഷേ ഈ മക്കൾ അവരെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അത്ര ഉത്തരവാദിത്വമായിട്ടൊന്നും കാര്യങ്ങൾ ചെയ്യില്ലെന്നേ. ഓക്കെ, അങ്ങനെ പറയല്ലേ, ഇവർ നമ്മൾക്ക് ശേഷവും ഇവരല്ലേ ഈ ഭൂമിയിൽ ജീവിക്കേണ്ടത്. അവരെ കാര്യങ്ങൾ ഏൽപ്പിക്കൂ, അവർ പഠിക്കട്ടെ, അവർക്ക് പരിശീലനം കിട്ടട്ടെ എന്നൊക്കെയായി എലീസി. അപ്പോൾ അങ്ങനെ പരസ്പരം പറഞ്ഞ് എന്നാലാട്ടെ, എന്തായാലും ഈ 10 ദിവസം കഴിഞ്ഞുള്ള ഡേറ്റ് അങ്ങോട്ട് നിശ്ചയിക്കാം. അങ്ങനെ ഡേറ്റ് നിശ്ചയിച്ചു. അവരൊരുമിച്ച് വിശുദ്ധ നാട്ടിലേക്കുള്ള യാത്രയ്ക്കൊരുങ്ങുന്നു. അപ്പോൾ ഉടനെ എഫീം പറഞ്ഞു, അതേ എലീസി, ഉദ്ദേശിക്കണ പോലെ അല്ല കേട്ടോ, പണം വേണ്ടി വരികയല്ലേ ഇതിന്. വേണ്ടി വരും. എത്ര വേണ്ടി വരും? ഒരു 200 റൂബിൾ, അത്രയൊക്കെ മതിയാവും. എഫീം ഉടനെ പറഞ്ഞ് 200 റൂബിൾ എനിക്ക് വിഷയമില്ല. നിങ്ങൾക്കത് വിഷയമില്ലെന്ന് എനിക്കറിയാം, പക്ഷേ സാരമില്ല, ഞാൻ എങ്ങനെയാലും 200 റൂബിളൊക്കെ തരപ്പെടുത്തിക്കോളാന്നേ. നല്ല ഇപ്രാവശ്യത്തെ എനിക്ക് നല്ല തേനീച്ചകളാണേ, ഒരുപാട് തേനടകളുണ്ട്. എൻ്റെ അയൽവക്കംകാരനാണെങ്കിൽ ഇങ്ങനെ എന്നോട് ചോദിച്ച് നടക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളായി. അപ്പോൾ അതൊക്കെ അത്യാവശ്യം വിൽക്കാം, 200 റൂബിൾ എങ്ങനെയും സംഘടിപ്പിക്കാം എന്നൊക്കെ പറഞ്ഞ് അവർ പരസ്പരം പിരിഞ്ഞു. എഫീം ഈ പറഞ്ഞതുപോലെ വളരെ കാൽക്കുലേറ്റഡ് ആണല്ലോ. അപ്പം വീട്ടിൽ ചെന്ന വഴിക്ക് പറഞ്ഞു, ഇങ്ങനെ യാത്രയ്ക്കൊരുങ്ങുന്നു വിശുദ്ധ നാട്ടിലേക്ക്, ഇന്ന ദിവസമാണ്. അപ്പോൾ ഭാര്യയെ ഒരു 200 റൂബിൾ എടുത്ത് ആദ്യം ഏൽപ്പിച്ചു. അതേ, നീ വീട്ടുകാര്യങ്ങൾ ഭംഗിയായിട്ട് നോക്കിക്കോണം, ഞാൻ തിരിച്ചു വരുമ്പോഴേക്കും മാസങ്ങളെടുക്കുമെന്ന് നിനക്കറിയാമല്ലോ. അതുപോലെ മകനെ വിളിച്ചു, അവനോടും പറഞ്ഞു കാര്യങ്ങൾ, ഇന്ന കാര്യങ്ങൾ ഇന്ന സമയത്ത് വ്യക്തമായി ചെയ്യണം, കൃഷിപ്പണികൾ മുടങ്ങരുത്, വീട് പണി ഈ ഘട്ടത്തിലെത്തിയിരിക്കുന്നു, പണിക്കാരെ നോക്കുവാനുള്ള ഉത്തരവാദിത്വം നിനക്കുണ്ട്. ഇങ്ങനെ വിവിധങ്ങളായ വ്യക്തവും കൃത്യവുമായ ചില ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടാണ് ഈ കാര്യങ്ങൾ ഒക്കെ ചെയ്യിക്കാൻ ശ്രമിക്കുന്നത്. അതേസമയം പോകുന്ന ദിവസങ്ങളെടുക്കുന്നു. എലീസിയുടെ വീട്ടിൽ മകൻ്റെ ഭാര്യ തൻ്റെ ഭർത്തൃപിതാവിനോട് പറഞ്ഞു, അതെ അപ്പ, യാത്രയ്ക്കൊരുങ്ങാണല്ലേ, എൻ്റെ കയ്യിൽ ഇത്രയും പണമുണ്ട് കേട്ടോ, സ്വരുക്കൂട്ടിയൊക്കെ വെച്ചിരുന്ന അപ്പൻ ഇതെടുത്തോ, യാത്രയ്ക്ക് പ്രയോജനപ്പെടും. ഭാര്യയും ഉടനെ തൻ്റെ ഭർത്താവിന് അതുവരെ താൻ മിച്ചം വെച്ചിരുന്ന കുറച്ച് സംഖ്യയൊക്കെ എടുത്ത് കൊടുത്തു. എങ്ങനെയുണ്ട്, യാത്രയ്ക്കുള്ളതൊക്കെ തികയോ? ഇതിപ്പം നല്ലപോലെ ആയല്ലോ, ഇനിയിപ്പം ഒരു കാര്യം ചെയ്യാം, നമുക്ക് ആ തേനടകളെ കുറച്ചങ്ങോട്ട് വിൽക്കാം, നീ ഇത്ര തേനടകൾ കൊടുത്തോണം, ഇനിയിപ്പോൾ ഒരെണ്ണം കൂടിപ്പോയാലും കുഴപ്പമില്ല കേട്ടോ, അയൽക്കാരനൊന്നും കുറയരുത് എന്നൊക്കെ പറഞ്ഞ് ആ കച്ചവട കാര്യങ്ങളൊക്കെ ഉറപ്പിച്ചു. 200 റൂബിളും ഒക്കെ കയ്യിലങ്ങനെയായി. രണ്ടുപേരും ഒരുമിച്ച് യാത്രയുടെ ദിവസം പുലർച്ചെ മക്കൾ അവർക്ക് 2 പേർക്കും 2 തീർത്ഥയാത്രകർക്കും പുതിയ ചെരുപ്പൊക്കെ മേടിച്ചിരുന്നു. അപ്പം അങ്ങനെ പുതിയ ചെരുപ്പുകളൊക്കെ ഇട്ട് അവർ തീർത്ഥയാത്ര ആരംഭിക്കുകയാണ്. ഞാൻ ഇച്ചിരി വേഗത്തിൽ പറയണം, അല്പം നീളമുള്ളൊരു കഥയാണ്. പോകുന്ന വഴിക്ക് വീട് വിട്ടിറങ്ങിയപ്പോൾ തന്നെ എലീസി എന്ന് പറയുന്ന മനുഷ്യൻ സ്വന്തം വീടിനെ മറന്നു. യാത്രയിലായി അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ. കൂടെയുള്ള തൻ്റെ ചങ്ങാതിയുടെ ഉത്തരവാദിത്വങ്ങൾ ഒക്കെ വ്യക്തമായിട്ടൊക്കെ എല്ലാം ചെയ്തു കൊടുക്കാൻ സഹായിക്കാനൊക്കെ എലീസിക്ക് പ്രത്യേക ഇഷ്ടമുണ്ട്. പലപ്പോഴും എലീസി ശ്രദ്ധിച്ചു, എഫീം വളരെ ചിന്താമുഖനാണ്. അപ്പോൾ ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി? അല്ലാതെ നമ്മളിപ്പോൾ നടന്നു പോകുന്ന ഈ വഴി നോക്കി, അവിടെ കൃഷി നടക്കുകയാണ്, കുടുംബത്തെ അവൻ വല്ലതും ചെയ്യുന്നുണ്ടോ ആവോ തുടങ്ങി വല്ലാതെ വെപ്രാളപ്പെടുന്നു.
അപ്പോൾ എലീസി പറഞ്ഞു അതൊക്കെ നടന്നോളുന്ന് എന്ന് പറഞ്ഞിട്ട് ആശ്വസിപ്പിച്ചൊക്കെ മുൻപോട്ട് പോവുകയാണ്. അപ്പോൾ ഈ വഴിയിലൊക്കെ നമ്മൾ ഈ മഞ്ഞിനിക്കര തീർത്ഥയാത്രയൊക്കെ പോകുന്നത് പോലെ വഴിയോരത്തുള്ള എല്ലാവരും ഇങ്ങനെ വളരെ സപ്പോർട്ടീവാണ്. ഈ തീർത്ഥയാത്രകൾക്ക് ആവശ്യമായ ഭക്ഷണപാനീയങ്ങളൊക്കെ കൊടുക്കുന്നതിൽ അവരങ്ങനെ ഒരുപാട് സഹകരണം കിട്ടുന്നതുകൊണ്ട് അങ്ങനെ മുമ്പോട്ട് നീങ്ങി ദിവസങ്ങളും ആഴ്ചകളും കഴിയണം. അങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കെ ഇനിയിപ്പോൾ വരുന്ന പ്രദേശത്തിൻ്റെ പ്രത്യേകത വളരെ നിർജ്ജന പ്രദേശമാണ്. ഉള്ളവർ തന്നെ അധികം സഹകരിക്കുന്നവരൊന്നുമല്ല. അപ്പോൾ സ്വന്തം കയ്യിൽ നിന്ന് പണമൊക്കെ ചിലവ് ചെയ്യേണ്ട വരും. വീട്ടിൽ നിന്ന് തന്നു വിട്ട ആഹാരപദാർത്ഥങ്ങളിൽ കുറച്ചൊക്കെ എടുക്കാം. അങ്ങനെ കാര്യങ്ങൾ മുൻപോട്ട് നീങ്ങണം. ആ വഴിക്കും ഇവരുടെ യാത്ര ഇങ്ങനെ തുടരുമ്പോൾ ഇതിനിടയ്ക്ക് ഇങ്ങനെ എലീസിക്ക് വല്ലാത്ത ദാഹം ഉണ്ടാവും. അപ്പോൾ ദാഹം ഉണ്ടായപ്പോൾ എഫീമിനോട് പറയുന്ന ചങ്ങാതി എനിക്ക് ദാഹിക്കുന്നുണ്ട്, അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവിടെ അടുത്തുള്ള ഏതെങ്കിലും ഒരു വീടൊന്ന് അന്വേഷിക്കട്ടെ. ഇവിടെയൊന്നും ആരും കാണുന്നില്ലല്ലോ, ഇപ്പോൾ ഒക്കെ അന്വേഷിച്ചാൽ എങ്ങനെ ശരിയാകുക? എന്തിനാണ് ഇപ്പോൾ വെള്ളം കുടിക്കുന്നത് എന്നായി എഫീം പറയുന്നു, ഞാൻ നടക്കുവാണ്, എനിക്ക് നടക്കാൻ പറ്റും, എനിക്കിപ്പോൾ വെള്ളം കുടിക്കണമെന്ന് തോന്നുന്നില്ല. അപ്പോൾ എലീസി പറയുന്നു, അല്ല എനിക്ക് ഇത്തിരി വെള്ളം വേണം, അതുകൊണ്ടാ. സാരമില്ല ചങ്ങാതി നടന്നോളൂ, ഞാൻ വളരെ വേഗം കൂടിക്കൊള്ളാം. അങ്ങനെ യാത്രയും കൂടെ പോകണു. എലീസി അടുത്ത് കണ്ട ഒരു വീട് അന്വേഷിച്ചെല്ലുന്നു. ചെന്നപ്പോൾ അവിടുത്തെ അവസ്ഥ വളരെ കഷ്ടമാണ്. കാര്യം വലിയ അനക്കമൊന്നും കേൾക്കണില്ല. പുറത്താണെങ്കിൽ ഒരു കട്ടിലുണ്ട്. ആ കട്ടിൽ അവിടെ ഒരു മനുഷ്യൻ കിടക്കുന്നത് കണ്ടിട്ട് ഒട്ടും ആരോഗ്യമില്ല. ഒന്ന് ചുമയ്ക്കാൻ പോലും ഉള്ള ഒരു ആരോഗ്യമില്ല എന്ന് അയാൾക്ക് മനസ്സിലാവണം. വിളിച്ചു ചോദിച്ചു, ആരുമില്ലേ അകത്ത്? മുറ്റത്ത് കിടക്കുന്ന മനുഷ്യനൊന്നും മിണ്ടുന്നില്ല. അപ്പോൾ പതുക്കെ ചാരിയിരുന്ന ആ വാതിൽ എലീസി തന്നെ തള്ളി തുറന്നിട്ട് അകത്തേക്ക് ചെന്നു. ഇത്തിരി വെള്ളം വേണം, അതാണ് എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് കയറുന്നു. അകത്ത് ചെന്നപ്പോഴാണ് മനസ്സിലായി ഒരു രക്ഷയില്ല. അകത്തൊരു കൊച്ചു കിടന്ന് കരയാൻ ശ്രമിക്കുന്നുണ്ട്. അവന് വെള്ളവും ആഹാരവും ഒന്നും കിട്ടുന്നില്ല എന്ന് മനസ്സിലായി. ഒരു വയസ്സിൽ തള്ള അപ്പുറത്ത് മാറി ചാരിയിരിക്കുന്നുണ്ട്. അകത്തും ഒരു കട്ടിലിൽ കിടക്കുന്ന രൂപം ശ്രദ്ധിച്ചു. യുവതിയാണ്, പക്ഷേ ഏതോ അസുഖം, എന്തോ ദീനം പിടിച്ച് കിടക്കുന്നത് പോലെ, ഒട്ടും ആരോഗ്യമില്ലാത്തതുപോലെ. വീണ്ടും ചോദിച്ചു, ഇത്തിരി വെള്ളം. അപ്പോഴേക്കും ഈ വയസ്സിത്തള്ളയുടെ വായ പതുക്കെ ക്ഷീണിതമായ ശബ്ദത്തിൽ പറഞ്ഞു, ഇവിടെ ആരുമില്ല, ഇവിടെ ഒന്നുമില്ല എന്ന്. എന്തു പറ്റി എന്ന് ചോദിച്ചു. ഇവിടെ ഒന്നുമില്ല, കണ്ടില്ലേ കൃഷിയൊക്കെ പോയി, ഒന്നുമില്ല എന്നായി. അല്ല ഇത്തിരി വെള്ളം മതി. വെള്ളമില്ല എന്ന്. അപ്പോൾ അങ്ങനെ ആയപ്പോഴേക്കും വളരെ പെട്ടെന്ന് തന്നെ എലീസിക്ക് കാര്യം മനസ്സിലായി, ഇവിടെ നിന്നിട്ട് കാര്യമില്ല. അയാൾ പുറത്തിറങ്ങി അടുത്ത് പലയിടത്തും ചെന്ന് അന്വേഷിച്ച് കുറേ വെള്ളം ശേഖരിച്ച് തിരിച്ചു കൊണ്ടുവന്ന് ആദ്യം അവർക്കൊക്കെ ഇത്തിരി വെള്ളം കൊടുത്തു. അവർക്ക് ഒരുപാട് സന്തോഷം അവരുടെ കണ്ണുകളിൽ കണ്ടു. ആ വെള്ളം ഇങ്ങനെ ഇട്ട് നോക്കിയപ്പോഴത്തേക്കിനും ഇത്തിരി വിറക് പോലും അവിടെ എങ്ങുമില്ല. അയാൾ വീണ്ടും പുറത്തു പോയി കുറച്ച് വിറക് ശേഖരിച്ചുകൊണ്ട് വന്നു. ഇത്രയൊക്കെ ആയപ്പോഴേക്കും തീ പിടിപ്പിക്കാനൊക്കെ ഈ പറയുന്ന അവിടുത്തെ ഈ വല്യമ്മ സഹായിക്കാമെന്നായി. തീയൊക്കെ പിടിപ്പിച്ചു. വെള്ളം ഇട്ട് തിളപ്പിച്ച ഒരവസ്ഥ കണ്ടു. അപ്പോൾ ഈ എലീസിയുടെ മാറാപ്പിനകത്ത് പുള്ളിയുടെ സഞ്ചിക്കകത്തിരുന്ന കുറച്ച് റൊട്ടിയൊക്കെ അയാൾ പുറത്തെടുത്തു. അതൊക്കെ എടുത്ത് മുറിച്ച് ഈ പറയുന്ന 4 പേർക്ക് ഇത്തിരി പകുത്തൊക്കെ കൊടുത്ത് ഇത്തിരി വെള്ളമൊക്കെ കുടിച്ച് അവർക്കൊക്കെ ഒരു പ്രസന്നത വരികയാണ്. അപ്പോൾ ഈ കൊച്ചിൻ്റെ ആ കരച്ചിലും ദൈന്യതയൊക്കെ മാറുന്നു. ദിവസങ്ങൾ 2-3 അങ്ങനെ മുൻപോട്ട് പോവുകയാണ്. ഇവരുടെ അവസ്ഥകളെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ മനസ്സിലായി. കൃഷി വല്ലാത്ത പരാജയത്തിലായി. ഈ പറയുന്ന ഭൂ ഉടമ ഇവരെ കൃഷി ചെയ്യാൻ അനുവദിക്കില്ല. കാര്യം ആദ്യം വാങ്ങിയ പണം ഈ കൃഷി നഷ്ടത്തിലായതുകൊണ്ട് തിരിച്ചു കൊടുക്കാനായിട്ട് പറ്റിയിട്ടില്ല. അങ്ങനത്തെ ഒരവസ്ഥയൊക്കെയാണ്. പതുക്കെ സപ്പോർട്ട് ചെയ്ത് ഈ എലീസി പറഞ്ഞു ഗൃഹനാഥനോട്, ഒരു കാര്യം ചെയ്യുക, നാളെ വീണ്ടും പോയിട്ട് ഈ ഭൂവുടമയെ ഒന്ന് കണ്ടിട്ട് ചോദിക്കുക, സമ്മതിക്കാതിരിക്കില്ല. അങ്ങനെ പുതിയൊരു കരുത്തിൽ ഈ പറയുന്ന മനുഷ്യൻ അവിടെ പോയി ചോദിച്ച് കരഞ്ഞുകൊണ്ട് തിരിച്ചു വന്നു. അയാൾ സമ്മതിക്കില്ല കൃഷി ഇറക്കാനൊന്നും എന്നായി. ദിവസങ്ങൾ മുൻപോട്ട് പോവാണ്.
അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ കണ്ടറിഞ്ഞ് ഓരോ രീതിയിൽ ഇപ്പോൾ പട്ടണത്തിൽ പോയി ഇത്തിരി പാലൊക്കെ മേടിച്ച് തിരിച്ചു കൊണ്ടുവന്ന് ഇവർക്ക് കൊടുക്കുന്നു, കുറച്ച് ധാന്യം മേടിക്കുന്നു. അവസാനം ഇത്തിരി വേഗത്തിൽ പറയട്ടെ, ഒരു കുതിരയെ തന്നെ മേടിച്ച് ആ കുതിരപ്പുറത്ത് ധാന്യത്തിൻ്റെ ചാക്കും കയറ്റി ഈ മനുഷ്യൻ വരികയാണ്. അപ്പോൾ ഇടയ്ക്ക് അയൽക്കാർ പറയുന്നത് ഈ എലീസി കേൾക്കുന്നുണ്ട്, അവിടെ ഒരു മനുഷ്യൻ വന്നിട്ടുണ്ട്, ആ വീട്ടിൻ്റെ അവസ്ഥയൊക്കെ മാറിയത് കണ്ടോ, എന്തൊരു തെളിച്ചവും വെളിച്ചവുമാണ്, ഈ മനുഷ്യൻ ഏതോ ദേവനാണെന്ന് തോന്നുന്നു എന്നുള്ള ഒരു അർത്ഥത്തിലാണ്, ദൈവം അയച്ചിട്ട് വന്ന ഒരു മനുഷ്യനാണ്, അങ്ങനെയൊക്കെ തോന്നുന്നു. അപ്പോൾ ഈ പറയുന്ന ചില വാക്കുകളൊക്കെ എലീസിയുടെ കാതിലും എത്തുന്നുണ്ട്. എലീസി അതൊക്കെ കേൾക്കുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് പത്രോസ് പൗലോസ് സ്ലീഹന്മാരുടെ പെരുന്നാൾ അടുത്തുള്ള പള്ളിയിൽ അവിടെ പോയിട്ട് ഒരുമിച്ച് പോയി പ്രാർത്ഥിച്ചൊക്കെ തിരിച്ചു വരുന്നു. കുതിരയൊക്കെ മേടിച്ച് ധാന്യത്തിൻ്റെ ചാക്കമൊക്കെ ആയിട്ട് വന്ന അന്ന് രാത്രിയിൽ ഒരുമിച്ച് അത്താഴമൊക്കെ കഴിച്ചു. തൻ്റെ തന്നെ കോട്ട് ഇങ്ങനെ ചുരുട്ടി തലയണ പോലെയാക്കി വച്ചാണ് എലീസി കിടക്കുക. അന്നും അങ്ങനെ ചെയ്തു. ഒരു കാര്യം കൂടി എടുക്കാൻ മറന്നില്ല, തൻ്റെ ചെറിയ സഞ്ചി അതുമെടുത്ത് ഇറയത്ത് വെച്ച് ഇറയത്ത് കിടന്നുറങ്ങുകയാണ്. അർദ്ധരാത്രി കഴിഞ്ഞപ്പോൾ ആരും അറിയാതെ എലീസി തൻ്റെ ആ ചുരുട്ടി വച്ചിരിക്കുന്ന കോട്ട് എടുത്തണിഞ്ഞ് ചെറിയ സഞ്ചിയും തൂക്കി ഇറങ്ങി നടന്നു തുടങ്ങി. ആരോടും പറയാതെ അയാൾ നടന്നു തുടങ്ങി. നേരം പുലർച്ചെയായപ്പോൾ ഒരു തെരുവിലെത്തി. ആ തെരുവിൽ വെച്ച് അദ്ദേഹം തൻ്റെ കോട്ടിൻ്റെ കീശ അന്വേഷിച്ചു. അതിനകത്ത് കീശയിൽ കൈയിട്ട് ശേഷിക്കുന്ന പണം നോക്കിയപ്പോൾ ആകെ ഏതാണ്ട് 17-18 കോപ്പക്കുകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചില്ലി നാണയങ്ങൾ പോലെ വളരെ കുറച്ച് പൈസയുള്ളൂ. ബാക്കിയുള്ളതൊക്കെ ആ കുടുംബത്തിൻ്റെ പുനരുദ്ധാരണത്തിന് വേണ്ടി ചിലവഴിച്ച് കഴിഞ്ഞിരുന്നു എന്ന് മനസ്സിലായി. അപ്പോൾ എലീസി ചിന്തിച്ചു, ഇല്ല, ഇത് ഇത്രയും പണം കൊണ്ടൊന്നും ഇനി വിശുദ്ധ നാട്ടിലെത്താൻ പറ്റില്ല, എന്ത് ചെയ്യാനാണ്. ഇപ്പോൾ ഈ ചങ്ങാതി തന്നെ ഓർക്കുന്നുണ്ടാവും, നോക്കുന്നുണ്ടാവും, തിരയുന്നുണ്ടാവും, എന്ത് ചെയ്യാനാ, എനിക്ക് എൻ്റെ നേർച്ച നിവർത്തിക്കാനൊന്നും പറ്റുന്നില്ല, തിരിച്ചു പോവുക തന്നെ. അങ്ങനെ തൻ്റെ വീട്ടിൽ തിരിച്ചെത്തുകയാണ് അപ്രതീക്ഷിതമായിട്ട്. തനിച്ച് രണ്ടുപേർ ഒരുമിച്ച് കൂടി യാത്ര ആരംഭിച്ചുവെങ്കിലും ഏകാഗിയായിട്ട് തിരിച്ചെത്തുന്ന ഈ മനുഷ്യനെ പക്ഷെ കുടുംബം വളരെ ഹൃദ്യതയോടെ സ്വീകരിക്കുകയാണ്. എന്തേ പെട്ടെന്ന് വന്നേ, കൂട്ടുകാരൻ എന്തി എന്നൊക്കെ ചോദിക്കുന്നു. ഏതാണ്ട് മാസങ്ങളുടെ ദൈർഘ്യമേ ആയിട്ടുള്ളൂ ഈ പറയുന്ന വ്യക്തികൾ പോയിട്ട്. അപ്പോൾ പക്ഷേ എലീസി തിരിച്ചു വന്നപ്പോൾ കണ്ടത് തൻ്റെ വീടിൻ്റെ അവസ്ഥ പഴയതിലും സന്തോഷമാണ്. അപ്പോൾ ഭാര്യ എലീസിയോട് പറഞ്ഞു, മകൻ അവൻ എന്ത് ഉത്തരവാദിത്തക്കാരനായി മാറിയിരിക്കുന്നറിയാവോ. എല്ലാ ദിവസവും തന്നെ അവൻ പറയും, അപ്പൻ ചെയ്ത നല്ല കാര്യങ്ങളെപ്പറ്റി ഓർക്കാത്തൊരു ദിവസം അവർക്കില്ല, അങ്ങനെയൊക്കെ പറയുന്നു. അദ്ദേഹം പോയി തേനീച്ചക്കൂട് നോക്കുന്നു, ഓ എല്ലാം നന്നായി നടക്കുകയാണ് എന്നൊക്കെ കാണുന്നു. ഇതേ സമയം മറ്റേ എഫീമിൻ്റെ അവസ്ഥ കഥാകാരൻ എഴുതി കാണിക്കുന്നത് വളരെ വ്യത്യസ്തമാണ്. ഈ കൂട്ടുകാരനില്ലാതെ സഞ്ചരിക്കുന്നു. കുറേ ദൂരം ചെന്നപ്പോൾ സന്യാസിയെ കൂട്ടുകിട്ടുന്നു. വഴിക്ക് വെച്ച് ഈ മനുഷ്യൻ കബളിപ്പിക്കപ്പെടുന്നു. അവസാനം ഈ പറയുന്ന വിശുദ്ധ നാട്ടിലെത്തുന്നു. അവിടെയുള്ള ശുശ്രൂഷകളിലും ആരാധനകളിലുമൊക്കെ പങ്കെടുക്കുന്നു. ഈ ആരാധനകൾക്ക് 2 സന്ദർഭങ്ങളിൽ ഇടയ്ക്ക് വെച്ച ഒരു സമയത്ത് വളരെ തിരക്കുണ്ട്. ആ തിരക്കുകളിലേക്ക് ഏറ്റവും അങ്ങേയറ്റത്ത് ഒരു മുഖം എഫീം ശ്രദ്ധിക്കുകയാണ്. അത് എലീസി അല്ലേ, നോക്കിക്കേ, കണ്ടോ ആ കഷണ്ടി, കണ്ടോ ആ നല്ല കറുത്ത ചുരുണ്ട താടി, കണ്ടോ, ഇത് ആ മനുഷ്യൻ, അവൻ തന്നെ, എൻ്റെ ചങ്ങാതി, അവനെ വിളിക്കണം എന്നൊക്കെ വിചാരിക്കുന്നു. പക്ഷേ തിരക്ക് കഴിയുമ്പോൾ സാധിക്കുന്നില്ല. അങ്ങനെ 2 തവണ ആരാധനാ സന്ദർഭത്തിൽ പ്രകാശിതമായ മുഖത്തോടുകൂടെ എഫീം കാണുന്നുണ്ട്, എലീസി അവിടെ നിൽക്കുന്നതായിട്ട് തോന്നുന്നുണ്ട്. പക്ഷേ പെട്ടെന്ന് അപ്രത്യക്ഷമാകുന്ന രീതിയാണ്, പിന്നീട് കാണാൻ പറ്റുന്നില്ല. ഈ പറയുന്ന വിശുദ്ധ നാട്ടിലെ സന്ദർശനങ്ങളൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് നടക്കുകയാണ്. ഒരു ഉത്സാഹമില്ല. അങ്ങോട്ട് പോകുമ്പോൾ എഫീമിന് നല്ല ഉത്സാഹമായിരുന്നു. ഇപ്പോൾ വലിയ ഉത്സാഹമൊന്നുമില്ല, തിരിച്ച് നടക്കുന്നു. ഒരു തൃപ്തിയൊന്നുമില്ല കാര്യങ്ങളിൽ. അങ്ങനെ തിരിച്ച് നടക്കുന്ന വഴിക്ക് തൻ്റെ ചങ്ങാതിയുമായിട്ട് താൻ വേർപിരിഞ്ഞ ആ സ്ഥാനത്ത് എത്തുകയാണ്. അവിടെ വെച്ച് ഒരു മനുഷ്യൻ വന്നിട്ട് ഈ പറയുന്ന എഫീമിനെ വിളിക്കുന്നു, അതെ, നടന്ന് തളർന്നില്ലേ, ഇന്ന് നമുക്കൊരുമിച്ച് എൻ്റെ വീട്ടിൽ കഴിയാം, എന്നിട്ട് നാളെ പോവാം. എന്ത് നിങ്ങളിങ്ങനെ, ഞാൻ അങ്ങോട്ട് പോയപ്പോൾ ഇവിടെയൊന്നും ആരും ഇല്ലായിരുന്നല്ലോ. അതെ, ഏകദേശം നിങ്ങളുടെയൊക്കെ പ്രായം തന്നെ വരുമെന്നാണ് തോന്നുന്നേ. ഞങ്ങളുടെ ഒരു പാപ്പൻ എന്നാ ഞങ്ങളിപ്പോൾ വിളിക്കുക. കാര്യം ആ ഒരു മനുഷ്യൻ വന്നു. ഞങ്ങൾ വല്ലാതെ തളർന്ന് മരവിച്ചു പോയ, ജീവിതം മുഴുവൻ അവസാനിപ്പിക്കാൻ തന്നെ തീരുമാനിച്ചിരുന്ന
ഞങ്ങളുടെ ആ ജീവിതത്തിലേക്ക് ഒരു മനുഷ്യനായിട്ട് വന്നിട്ട് ഞങ്ങളെ മനുഷ്യരാക്കി തീർത്തു. എന്തുമാത്രം ഞങ്ങളെ സ്നേഹിച്ചു എന്നറിയോ, എന്തുമാത്രം ഞങ്ങളെ ശുശ്രൂഷിച്ചു എന്നറിയോ. അദ്ദേഹത്തിൻ്റെ പേര് പോലും ഞങ്ങൾക്കറിയില്ല, എവിടുത്തുകാരനാണെന്നൊന്നും അറിയില്ല. പക്ഷേ നിങ്ങളെപ്പോലെ എന്തോ ചില സാമ്യമൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. അതൊക്കെ അറിയുള്ളൂ. അതുകൊണ്ട് നമുക്കൊരുമിച്ച് ഭക്ഷിച്ച് വിശ്രമിച്ച് പോവാം. അങ്ങനെ ആ രാത്രിയിൽ അവർക്ക് പറയാനുണ്ടായിരുന്നത്, തങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് തങ്ങളുടെ ജീവിതത്തെ മെച്ചപ്പെടുത്തിയ, തങ്ങളെ സ്നേഹിച്ച, തങ്ങളെ ശുശ്രൂഷിച്ച, തങ്ങൾ തകർന്നു കിടന്ന അവസ്ഥയിൽ നിന്ന് തങ്ങളെ വീണ്ടെടുത്ത ആ വ്യക്തിയെ പറ്റിയായിരുന്നു. എല്ലാം കേട്ടപ്പോഴേക്കും എഫീമിന് മനസ്സിലായി ഈ പറയുന്ന എലീസിയെ പറ്റിയാണ്. എഫീം പെട്ടെന്ന് ഓർത്തു, ഒരു പക്ഷേ ഞാൻ എൻ്റെ ശരീരം കൊണ്ട് വിശുദ്ധ നാട്ടിലെത്തിയെങ്കിലും എൻ്റെ മനസ്സും ആത്മാവും അവിടെ എത്തിപ്പെടുന്നുണ്ടായിരുന്നില്ലായിരിക്കാം. ഈ പാവപ്പെട്ട കുടുംബത്തെ സഹായിച്ച് ശുശ്രൂഷിച്ച് ഇവിടെ കഴിഞ്ഞ എലീസിക്കായിരിക്കും ഒരു പക്ഷേ അവിടെ താൻ ലക്ഷ്യമാക്കിയിരുന്ന തീർത്ഥസ്ഥാനത്തേക്ക് ആത്മാവിലെത്താനായിട്ട് സാധിച്ചത്. അങ്ങനെയൊക്കെയുള്ള ചില തിരിച്ചറിവുകളുണ്ടാകുന്നുണ്ട്. തിരിച്ച് വീട്ടിലെത്തിയപ്പോഴാണ് വലിയ ദുരന്തം. മകൻ വല്ലാത്ത താന്തോന്നിയായി മാറിക്കഴിഞ്ഞു. അവൻ വല്ലാത്ത കുടിയനായി മാറി. വളരെ ദേഷ്യം വന്ന എഫീം മകൻ്റെ കന്നത്ത് അടിക്കുന്നുണ്ട്. കാരണം തടി കിട്ടിയപ്പോൾ തിരിച്ച് ദേഷ്യപ്പെടുകയാണ് മകൻ. നിങ്ങളെന്താണ് തീർത്ഥയാത്രയാണെന്ന് പറഞ്ഞ് വീടും കുടുംബവും നോക്കാൻ കഴിയാഞ്ഞിട്ട് കുറേ നാളായല്ലോ പോയത്, എന്നിട്ടിപ്പോൾ വല്ലാത്ത നേരത്തെ തിരിച്ചു കയറി വന്നിട്ട് എന്നോട് ദേഷ്യപ്പെടുകയാണോ എന്നുള്ള വേഗത്തിലായി. ആകെ കാര്യങ്ങൾ തകിടം മറിഞ്ഞിരിക്കുന്നു. ഇത്രയുമായപ്പോൾ തോന്നി എലീസിയെ ഒന്ന് അന്വേഷിക്കണം. എലീസിയുടെ വീട്ടിലേക്ക് ചെന്നപ്പോൾ കണ്ടു എത്ര സന്തോഷകരമായ അവസ്ഥ. എല്ലാം പറഞ്ഞ് തിരിച്ചിറങ്ങുമ്പോൾ ഒന്നും ഒരു പക്ഷേ ഈ തുറന്നൊന്നും പറയുന്നതായിട്ട് കഥാകാരൻ അവിടെ കാണുന്നില്ല. എങ്കിലും യാത്ര സുഖമായിരുന്നു. അവിടെ വിശുദ്ധ നാട്ടിൽ എല്ലാ ആരാധനയിലും ശുശ്രൂഷയിലുമൊക്കെ സംബന്ധിച്ചോ എന്നൊക്കെ നിറഞ്ഞ കൗതുകത്തോടുകൂടെ എലീസി അന്വേഷിക്കുന്നുണ്ട്. പോകാനിറങ്ങുന്ന സമയത്ത് എലീസി പറഞ്ഞു, ഞാൻ കുറച്ച് തേനെടുക്കട്ടെ, ഇവിടെ ഇപ്രാവശ്യം എനിക്ക് നല്ല വിളവാണ്. അങ്ങനെ തേനൊക്കെ കൊടുത്ത് വിടുമ്പോഴാണ് ഉള്ളിൻ്റെ ഉള്ളിൽ എഫീം തിരിച്ചറിയുന്നു, സ്വന്തമിടത്ത് തനിക്ക് ലഭിച്ചിരിക്കുന്ന പരിസരത്തിൽ സ്നേഹത്തിൽ ദൈവനാമത്തിൽ പുണ്യപ്രവൃത്തികൾ ചെയ്യുന്നിടത്ത് ദൈവം സന്തോഷിക്കുകയും സ്വർഗം സന്തോഷിക്കുകയും ജീവിതമൊക്കെ ഒരു തീർത്ഥയാത്രയായിട്ട് മാറുകയും ചെയ്യുകയാണ്. ജീവിതത്തെ തന്നെ തീർത്ഥയാത്രയാക്കി മാറ്റുന്നതിന് നമുക്ക് പ്രചോദനം നൽകുന്ന വേദഭാഗമാണ്. ജീവിതത്തെ തീർത്ഥയാത്രയാക്കുന്നതിൽ ഒരുപാട് വിലങ്ങുതടിയാവുന്നതാണ് ഓരോ ദിവസത്തെയും ആകുലതകളും വ്യാകുലതകളുമൊക്കെ. എവിടെയോ വിശ്വാസത്തിൻ്റെ തെളിമ നഷ്ടപ്പെടുമ്പോൾ നമ്മൾ പതറിപ്പോവുകയാണ്. വിശ്വാസം തെളിമയിലേക്ക് വരുന്നത് അവിടെ ഇഷ്ടത്തിന് പൂർണ്ണമായിട്ട് നമ്മൾ നമ്മളെ തന്നെ സമർപ്പിക്കുന്നിടത്താണ്. നമ്മൾ കണ്ട തിരുവചന ഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം അതിൻ്റെ 6-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഞാൻ 31 മുതലുള്ള വചനങ്ങളൊന്നുകൂടെ വായിക്കുകയാണ്. ആകയാൽ നാം എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്ത് ഉടുക്കും എന്നിങ്ങനെ നിങ്ങൾ വിചാരപ്പെടരുത്. ഈ വകയൊക്കെയും ജാതികൾ അന്വേഷിക്കുന്നു. സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് ഇതൊക്കെയും നിങ്ങൾക്കാവശ്യം എന്നറിയുന്നുവല്ലോ. മുൻപേ അവൻ്റെ രാജ്യവും അവൻ്റെ നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടെ ഇവയെല്ലാം നിങ്ങൾക്ക് കിട്ടും. അതുകൊണ്ട് നാളേക്കായിട്ട് വിചാരപ്പെടരുത്. സഹോദരങ്ങളെ, വിശ്വാസത്തിൻ്റെ തെളിമയിലേക്ക്, അവിടുത്തെ വലിയ കൃപയെ സംബന്ധിക്കുന്ന ബോധ്യത്തിലേക്ക് ദൈവത്തിൻ്റെ ആ ആണിപ്പാടുള്ള കരം പിടിച്ച്, അവിടുത്തെ കരുണയുടെ കരം പിടിച്ച് നമുക്ക് ഒന്ന് ചേർന്ന് അവിടുത്തെ നെഞ്ചോട് ചേർന്നിരിക്കാം. നമുക്കെല്ലാ ഭാരവും അവിടുത്തെ കൈകളിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മുടെ ജീവിതം തന്നെ തീർത്ഥയാത്രയാക്കി അവിടുത്തെ കൃപ മാറ്റട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. നിന്റെ ഹിതം പോലെ എന്നെ നിത്യം നടത്തിയിടണമേ. എൻ്റെ ഹിതം പോലെ അല്ലേ എൻ പിതാവേ, എൻ യഹോവേ, നിന്റെ ഹിതം പോലെ എന്നെ നിത്യം നടത്തിയിടണമേ. ആമേൻ.
बजहूँ